ഹലോ എവറി വൺ. സോ ഇന്ന് നമ്മൾ പീഡിയാട്രിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റാഫ് നഴ്സ് എക്സാംസ് അല്ലെങ്കിൽ Nclex പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പീഡിയാട്രിക്സിന്റെ ഒരു റിവിഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A nurse is assessing a 5-year-old child with suspected appendicitis. For the condition appendicitis ആണ്. And which of the following signs or symptoms is most indicative of appendicitis in this age group? So they are asking for the most indicative sign. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പീഡിയാട്രിക്സ് ആണ്. സോ 5-year-old ചൈൽഡ് ആണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഓപ്ഷൻസ്. നമുക്ക് ഓപ്ഷൻസിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, left lower quadrant pain, rebound tenderness in the right lower quadrant, and frequent episodes of diarrhea. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അനലൈസ് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് ഒരു കാര്യം ഷുവർ ആണ്, അപ്പൻഡിസൈറ്റിസിന് നമുക്ക് റൈറ്റ് ലോവർ ക്വാഡ്രന്റ് ആണ് അപ്പൻഡിസൈറ്റിസിന്റെ ലൊക്കേഷൻ. നമുക്ക് ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ നമുക്ക് സ്ട്രൈക്ക് ഓഫ് ചെയ്യാം, ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റ് നമുക്ക് സ്ട്രൈക്ക് ഓഫ് ചെയ്യാം, എപ്പിസോഡ്സ് ഓഫ് ഡയറിയ. അപ്പൊ അതും നമുക്ക് അപ്പൻഡിസൈറ്റിസ് കണ്ടീഷനിൽ ഇല്ലാന്നറിയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൻഡിസൈറ്റിസിൽ റീബൗണ്ട് ടെൻഡർനെസ് ആണ് ഒരു ഇൻഡിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു സൈൻ. ഇനി റീബൗണ്ട് ടെൻഡർനെസ് എന്താണ്? സോ ഇപ്പൊ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് റീബൗണ്ട് ടെൻഡർനെസ് ഇൻ RLQ. RLQ എന്ന് പറഞ്ഞാൽ റൈറ്റ് ലോവർ ക്വാഡ്രന്റ്. റീബൗണ്ട് ടെൻഡർനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെക്ബർണീസ് പോയിന്റിൽ, അതായത് റൈറ്റ് ലോവർ ക്വാഡ്രന്റിലെ മെക്ബർണീസ് പോയിന്റിൽ നമ്മളൊരു മാനുവൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുക? അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അത് റിലീസ് ചെയ്യണം. അത് റിലീസ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റ് എന്ത് അനുഭവപ്പെടും? പെയിൻ അനുഭവപ്പെടും. സോ ആ ഒരു പെയിൻ ആണ് ടിപ്പിക്കലി ബിഗിൻസ് ഇൻ ദ പെരി അംബ്ലിക്കൽ ഏരിയ ആൻഡ് ദെൻ ലോക്കലൈസസ് ടു ദ റൈറ്റ് ലോവർ ക്വാഡ്രന്റ്. അപ്പൊ ആ ഒരു പെയിൻ ആണ് അല്ലെങ്കിൽ ആ ഒരു സൈനെയാണ് നമ്മൾ റീബൗണ്ട് ടെൻഡർനെസ് എന്ന് പറയുന്നത്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബിഫോർ മൂവിങ് ഓൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ഇതിന്റെ ഒരു ക്ലാസിക് സൈൻസ് ആൻഡ് സിംറ്റംസ് നോക്കാം. അപ്പം റീബൗണ്ട് ടെൻഡർനെസ് കൂടാതെ അപ്പൻഡിസൈറ്റിസിൽ വരുന്ന മറ്റൊരു സൈൻ ആണ് പെയിൻ മൈഗ്രേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, പെയിൻ മൈഗ്രേഷനിൽ പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പെരി അംബ്ലിക്കൽ റീജിയനിലാണ്. പെരി അംബ്ലിക്കൽ റീജിയൻ ആണ്, അതായത് അറൌണ്ട് ദി അംബ്ലിക്കസിൽ പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പെയിൻ എന്ത് ചെയ്യുന്നു? റൈറ്റ് ലോവർ ക്വാഡ്രന്റിലേക്ക് പോകുന്നു. രണ്ടാമത്തെ ഒരു സൈൻ എന്ന് പറഞ്ഞാൽ റീബൗണ്ട് ടെൻഡർനെസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി അപ്പൻഡിസൈറ്റിസിന്റെ രണ്ട് കാര്യം കൂടി പറഞ്ഞോട്ടെ. പേഷ്യന്റ് അപ്പൻഡിസൈറ്റിസ് ആയിട്ട് വന്നാൽ നമ്മൾ നഴ്സസിന്റെ ഇന്റർവെൻഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടും ചെയ്യേണ്ട ഒരെണ്ണമാണ് NPO സ്റ്റേറ്റസ്. അപ്പൊ എന്തിനാണ് NPO സ്റ്റേറ്റസ്? അപ്പം ഈ NPO സ്റ്റേറ്റസ് എന്ന് പറയുന്നത് പേഷ്യന്റിന് സർജറിക്ക് പോകേണ്ടി വന്നാൽ നമ്മൾ പേഷ്യന്റ് എന്ത് ചെയ്യണം? NPOയിൽ കീപ്പ് ചെയ്യണം. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ അവര് സിറ്റുവേഷൻസ് തന്നിട്ട് നിങ്ങളുടെ മോസ്റ്റ് പ്രയോറിറ്റി ആക്ഷൻസ് എന്താണ് അങ്ങനെ ചോദിക്കാം. അപ്പം നമ്മൾ NPO സ്റ്റേറ്റസ് ആണ് അവിടെ ക്ലിക്ക് ചെയ്യേണ്ട ആൻസർ. ഇനി രണ്ടാമത് ഒരു കാര്യം കൂടെ പറയാം, അപ്പൻഡിസൈറ്റിസിന്റെ കോംപ്ലിക്കേഷൻസ്. സോ അപ്പൻഡിസൈറ്റിസിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പെർഫറേഷൻ റിസ്ക്. ഓക്കെ, പെർഫറേഷൻ റിസ്ക്. ഈ പീഡിയാട്രിക് കേസസിൽ ഈ അപ്പൻഡിസൈൽ പെർഫറേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? നേരെ പെരിറ്റോണൈറ്റിസിലേക്ക് പോകും. പെരിറ്റോണൈറ്റിസ് എന്ന് പറയുന്നത് എന്താണ്? ഐറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ അല്ലെ? പെരിറ്റോണൈറ്റിസിലേക്ക് പോകും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അപ്പൻഡിസൈറ്റിസിന്റെ എല്ലാം നമുക്ക് ഒരുവിധം കവർ ആയി കഴിഞ്ഞു. 10-year-old is being evaluated for possible appendicitis and complaints of nausea and sharp abdominal pain in the right lower quadrant. അപ്പോൾ complaints of nausea and sharp abdominal pain. Abdominal ultrasound is scheduled and a blood count has been obtained. The child vomits, finds the pain relief and calls the nurse. Which should be the nurse's next action? അപ്പോൾ ഒരു ഭയങ്കര വലിയൊരു സ്റ്റോറി ഒക്കെ തന്നിട്ടുണ്ട്. ബ്ലഡ് കൗണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, സ്കെഡ്യൂൾ ചെയ്ത പ്രൊസീജിയറിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കണ്ട. ഇവിടെ എന്താണ്? ചൈൽഡ് വൊമിറ്റ് ചെയ്തു, ഫൈൻഡ്സ് ദ പെയിൻ ഇസ് റിലീവ്ഡ്. അപ്പൊ ആ ഒരു പോയിന്റ് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് ഇത് ആൻസർ ചെയ്യാം. പെയിൻ റിലീവ് ആയത്, അതായത് പെയിൻ പോയി എന്ന് പേഷ്യന്റ് പറഞ്ഞു അല്ലെങ്കിൽ ചൈൽഡ് പറഞ്ഞു, നഴ്സിന്റെ അടുത്ത ആക്ഷൻ എന്താണ്? പെയിൻ പോയി. അപ്പൊ നമ്മൾ പേടിക്കണ്ട. അങ്ങനെയാണോ? ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് അവർ പറഞ്ഞ ക്യാൻസൽ ദി അൾട്രാസൗണ്ട്, എന്നിട്ട് ഓർഡർ ഫോർ ഓറൽ ഒണ്ടാൻസെട്രോൺ. കാരണം ചൈൽഡ് വൊമിറ്റ് ചെയ്തു, ഒണ്ടാൻസെട്രോൺ കൊടുക്കാമോ? അല്ലെങ്കിൽ അൾട്രാസൗണ്ട്, ക്യാൻസൽ ദി അൾട്രാസൗണ്ട്
and prepare to administer an IV bolus. കാരണം വൊമിറ്റ് ചെയ്തു, IV ബോളസ് കൊടുക്കാമോ? ഇനി prepare the probable discharge of the patient. പേഷ്യന്റ് പെയിൻ ഒന്നും ഇല്ല പറഞ്ഞു, ഇനി നമുക്ക് വീട്ടിൽ പോകാവോ? or immediately notify the physician of the child status. നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഇമ്മീഡിയറ്റ്ലി നോട്ടിഫൈ ദ ഫിസിഷ്യൻ ആണ്. എന്താണ് കാരണം? നിങ്ങൾ ഒരു പേഷ്യന്റിനെ അസസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ കെയർ ചെയ്യാണ്, അപ്പൻഡിസൈറ്റിസ് ആണ്, പേഷ്യന്റ് ED-യിലാണ് അല്ലെങ്കിൽ റൂമിലാണ്, എന്താണ് നിങ്ങൾ കേൾക്കുകയാണ് പേഷ്യന്റ് പെയിന് പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സഡൻ റപ്ചർ ഓഫ് ദി അപ്പൻഡിക്സ്. സഡൻ ചേഞ്ച് ഓർ ലോസ് ഓഫ് പെയിൻ ഇൻഡിക്കേറ്റ്സ് സഡൻ റപ്ചർ ഓഫ് ദി അപ്പൻഡിക്സ്. റപ്ചർ അല്ലെങ്കിൽ പെർഫറേറ്റഡ് അപ്പൻഡിക്സ്. അപ്പൊ അപ്പൻഡിക്സിന്റെ പെർഫറേഷൻ നടന്നു കഴിഞ്ഞത് കൊണ്ടാണ് എന്ത് പറ്റിയത്? പേഷ്യന്റിന് പെയിന് പിന്നെ ഫീൽ ചെയ്തത്. കാരണം അത് ഇൻഫ്ലെയിം ചെയ്തിരിക്കുമ്പോഴാണ് നമുക്ക് പെയിന് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇതൊരു മെഡിക്കൽ എമർജൻസി ആണ്. ഇത് എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഫിസിഷ്യനെ നോട്ട് ചെയ്യണം. അപ്പൊ ഇത് ഭയങ്കരമായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ചൈൽഡ് വൊമിറ്റ്സ് ആൻഡ് ഫീൽസ് ദ പെയിൻ റിലീഫ്. അപ്പൊ ഈ ഒരു വാക്ക് ഓർത്ത് വയ്ക്കുക. ആൻസർ ഇമ്മീഡിയറ്റ്ലി നോട്ടിഫൈ ദ ഫിസിഷ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4-year-old child is diagnosed with celiac disease. The nurse is providing education to the parents about the child's dietary needs. Which of the following foods should the nurse recommend avoiding in the child's diet? Question ഡയറക്റ്റ് തന്നെ നമുക്ക് ആൻസർ ചെയ്യാം. സീലിയക് ഡിസീസ് ആണ്, ഏതൊക്കെ ഫുഡ് അവോയ്ഡ് ചെയ്യണം? അപ്പൊ അതിന് മുന്നേ എന്താണ് സീലിയക് ഡിസീസ് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പം ഓപ്ഷൻസ്: ഹോൾ മിൽക്ക്, വീറ്റ് ബ്രെഡ്, ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് ലീൻ മീറ്റ്സ്. ഇപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് വീറ്റ് ബ്രെഡ് ആണ്. എന്താണ് സീലിയക് ഡിസീസ്? ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ഓർത്ത് വയ്ക്കുക, ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ഇവിടെ സംഭവിക്കുന്നത് ഇൻടോളറൻസ് ടു ഗ്ലൂട്ടൻ. ഗ്ലൂട്ടൻ എന്ന പ്രോട്ടീനെ നമ്മുടെ ബോഡിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഗ്ലൂട്ടൻ എന്ന ഒരു പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ കടന്നുകൂടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാകും. ഇത് നമ്മുടെ തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ലൈനിങ്ങിനെ എഫക്ട് ചെയ്യും. അപ്പം ഇൻടോളറൻസ് ടു ഗ്ലൂട്ടൻ ആണ് സീലിയക് ഡിസീസ്. അത്രയും പഠിച്ചു വയ്ക്കുക. ഗ്ലൂട്ടനെ അവർക്ക് ഒരു രീതിയിലും ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഗ്ലൂട്ടൻ അടങ്ങിയ ഒരു ഫുഡും കഴിക്കാൻ പാടില്ല. ഗ്ലൂട്ടൻ അടങ്ങിയ ഫുഡ് എന്ന് പറയുന്നത് എന്താണ്? വീറ്റ്, ബാർലി, റേ. മെയിൻലി വീറ്റ് ആണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അവരിങ്ങനെ ഓപ്ഷൻസ് ഒക്കെ തരുമ്പോൾ വീറ്റ് എന്ന് ഡയറക്റ്റ് തന്നില്ലെങ്കിൽ വീറ്റ് കൊണ്ടുണ്ടാക്കി എന്തെങ്കിലും തരും, അല്ലെങ്കിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബാർലി ഓർ റേ. സോ ഇതാണ് സീലിയക് ഡിസീസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. Next question. A nurse is caring for a 6-month-old infant diagnosed with phenylketonuria, PKU. Dietary restriction. ഇവിടെയും dietary restriction, which is essential for the infant with PKU. Options: protein intake limit ചെയ്യുക, avoiding dairy products, restricting fat consumption, eliminating carbohydrates. അപ്പൊ എന്താണ് PKU എന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. PKU ഫിനൈൽകീറ്റോന്യൂറിയ. ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് പ്രോട്ടീൻ ഇൻടേക്കിന്റെ ലിമിറ്റേഷൻ ആണ്. സോ വാട്ട് ഇസ് PKU? നമ്മൾ നേരത്തെ സീലിയൊക്കെ പഠിച്ചു, അതുപോലെ ഇതൊരു മെറ്റബോളിക് ഡിസോർഡർ ആണ്. അപ്പൊ ഇവിടെ മെറ്റബോളിസത്തിനാണ് എന്ത് പറ്റുന്നത്? ബോഡിക്ക് കറക്റ്റ് ആയിട്ട് അമിനോ ആസിഡിനെ, ഏത് അമിനോ ആസിഡ്? ഫിനൈൽ അലനൈൻ എന്ന അമിനോ ആസിഡിനെ മെറ്റബോളൈസ് ചെയ്യാനുള്ള കഴിവ് ബോഡിക്കില്ല. അപ്പം ഇതൊരു അമിനോ ആസിഡ് ആണ്. അപ്പൊ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോട്ടീനിന്റെ മെറ്റബോളിസം ഇവിടെ കറക്റ്റ് അല്ല, ഫിനൈൽ അലനൈൻ. അപ്പൊ ഈ ഫിനൈൽ അലനൈൻ അടങ്ങിയിരിക്കുന്നത് പ്രോട്ടീൻ കണ്ടെയ്നിങ് ഫുഡ്സ്, അതായത് ഏതൊക്കെ ഫുഡ്സിലാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോട്ടീൻ റിച്ച് ഡയറ്റ്സ് എല്ലാം അവോയ്ഡ് ചെയ്യണം. മീറ്റ്, ഫിഷ്, എഗ്സ്, ഡയറി പ്രോഡക്ട്സ് ആൻഡ് അതർ പ്രോട്ടീൻ റിച്ച് ഫുഡ്സ്. അപ്പൊ ഇതൊരു ലൈഫ് ലോങ് കണ്ടീഷൻ ആണ്. അപ്പൊ ബേബി എന്ത് ചെയ്യണം? ഇതോട്ട് അഡ്ജസ്റ്റ് ആയി നമ്മൾ അങ്ങനെയുള്ള ബേബീസിന് നമ്മൾ എന്ത് ചെയ്യണം? ഫുഡ് ഡയറ്ററി പ്രിക്കോഷൻസ് എടുക്കണം. അവർക്ക് നമ്മൾ എന്ത് ചെയ്യാൻ അഡ്വൈസ് കൊടുക്കണം? അവോയ്ഡ് പ്രോട്ടീൻ, അവോയ്ഡ് അല്ല, നമ്മൾ ലിമിറ്റ് ചെയ്യുക. പ്രോട്ടീൻ ഇൻടേക്ക് ലിമിറ്റ് ചെയ്യുക. മാത്രമല്ല ഹൈ പ്രോട്ടീൻ ഫുഡ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 4-month-old has had vomiting and diarrhea for 24 hours. The infant is fussy and the anterior fontanella is sunken. The nurse notes the infant does not produce tears when crying. Which task will help confirm the diagnosis of dehydration? അപ്പോൾ ഇവിടെ വൊമിറ്റിംഗും ഡയറിയ ആണ്. ഫോർ കണ്ടിന്യൂസ് 24 hours പാസ് 1 day ആയിട്ട് വൊമിറ്റിംഗ് ആൻഡ് ഡയറിയ ആണ്. ഇൻഫന്റ് ഫസ്സി ആണ്. അപ്പൊ എല്ലാ ഡീഹൈഡ്രേഷന്റെ സൈൻസും തന്നിട്ടുണ്ട്. നമുക്കറിയേണ്ടത് കൺഫർമേറ്ററി ഡയഗ്നോസിസ് ആണ്. അപ്പൊ നോട്ട് ദ കീവേഡ് ഇൻ ദ ക്വസ്റ്റ്യൻ. കൺഫേം ചെയ്യാനാണ് ഡയഗ്നോസിസ്. അപ്പൊ നമുക്ക് യൂറിൻ അനാലിസിസ് ഉണ്ട്,
ബാഗ്ഡ് സ്പെസിമെൻ, സ്റ്റെറൈൽ ക്യാത്ത്, അതല്ലെങ്കിൽ അനാലിസിസ് ഓഫ് സീറം ഇലക്ട്രോലൈറ്റ്സ്, അതല്ലെങ്കിൽ CS. അപ്പൊ നമുക്ക് യൂറിൻ അനാലിസിസ് ചെയ്താലും നമുക്ക് ഡീഹൈഡ്രേഷൻ ആണെന്ന് അറിയാം, പക്ഷെ നമുക്ക് വേണ്ടത് കൺഫർമേറ്ററി ഡയഗ്നോസിസ് ആണ്. അപ്പൊ ഒന്ന് നോക്കണ്ട, കൺഫർമേറ്ററി ഡയഗ്നോസിസിന് നമ്മൾ സീറം ഇലക്ട്രോലൈറ്റ്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ട ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A nurse is caring for an infant with suspected intussusception. What is a classic triad of symptoms associated with this condition? ഈ കണ്ടീഷന്റെ ക്ലാസിക് ട്രയഡ് എന്ന് പറയുമ്പോൾ 3 ക്ലാസിക് സിംറ്റംസ് ഏതൊക്കെയാണ്? ഇൻറ്റുസസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ടെലിസ്കോപ്പിംഗ് ഓഫ് ഇൻഡസ്റ്റൈനൽ സെഗ്മെന്റ്സ് എന്ന് പറയാം. അതായത് ഇൻഡസ്റ്റൈനൽ സെഗ്മെന്റ് എടുത്താൽ ആ സെഗ്മെന്റ്സ് ഇൻഡസ്റ്റൈൻ എന്ത് ചെയ്യും, ഒരു മടങ്ങി ഇരിക്കുക, അത് അകത്തോട്ട് കയറി ഇരിക്കും. അപ്പൊ നിങ്ങൾ പിക്ചർ ഒന്ന് ഗൂഗിൾ ചെയ്താൽ നമുക്ക് അതിന്റെ കറക്റ്റ് പിക്ചർ കിട്ടും എന്താണ് ഇൻറ്റുസസെപ്ഷൻ. അപ്പൊ ഇത് നമ്മൾ ക്ലാസിക് ട്രയഡ് ആയിട്ട് പറയുന്നത് കറന്റ് ജെല്ലി ലൈക്ക് സ്റ്റൂൾസ്, അബ്ഡോമിനൽ പെയിൻ ആൻഡ് പാൽപ്പബിൾ സോസേജ് ഷേപ്ഡ് മാസ്. ഇതാണ് ക്ലാസിക് ട്രയഡ് ഓഫ് ഇൻറ്റുസസെപ്ഷൻ. പീഡിയാട്രിക്സിൽ വരുന്ന ഒരു കണ്ടീഷനാണ് ഇൻറ്റുസസെപ്ഷൻ. സോ അതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് കറന്റ് ജെല്ലി ലൈക്ക് സ്റ്റൂൾസ്, അബ്ഡോമിനൽ പെയിൻ ആൻഡ് പാൽപ്പബിൾ സോസേജ് ഷേപ്ഡ് മാസ്. Next question. A toddler is diagnosed with constipation. What dietary recommendation should the nurse provide to the parents? An increased intake of high fiber foods such as vegetables and fruits. Limit fluid intake to avoid overhydration. Introduce a diet consisting mainly of dairy products. Offer a diet rich in sugary snack and processed foods. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈസി ആണ്. കോൺസ്റ്റിപ്പേഷന്റെ ഡയറ്റ് എന്താണ് അത്രേ ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം ഹൈ ഫൈബർ ഫുഡ്സ്, അതാണ് കോൺസ്റ്റിപ്പേഷന് കൊടുക്കുന്നത്. ഒത്തിരി നാരൊക്കെ അടങ്ങിയ ഫുഡ് കൊടുക്കുക, ദാറ്റ് ഇസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. സോ ഇതാണ് ഇപ്പം കുറച്ച് പീഡിയാട്രിക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ താങ്ക് യു.